ഒരു സംസ്ഥാന അവാർഡിലേക്ക് വന്നു കഴിയുമ്പോൾ വിൻസി ഹൈപ്പിലായി. വിൻസിക്ക് ഒരു ഭാരം കൂടി. ഇനി ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതിനപ്പുറത്തേക്ക് ചെയ്യണമല്ലോ കഥാപാത്രങ്ങൾ. പ്രഷർ അത്ര ഇഷ്ടപ്പെട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ്. അത്തരം സിനിമകൾക്ക് ശേഷം വേണ്ടത്ര സിനിമയിലേക്ക് എത്താൻ പറ്റാതെ പോയി എന്നുള്ള ഭയമുണ്ടോ? ഇല്ല, സിനിമയിൽ ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു, നല്ല സിനിമകൾ വന്നിരുന്നു. എനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ അവാർഡിന് ഒരിക്കലും തള്ളി പറയല്ല. എനിക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റിൽ. അത് എനിക്ക് മാത്രം മനസ്സിലാവുന്ന, ബാക്കി ആർക്കും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തലയെടുപ്പോ സംതിങ് നമ്മളെ ക്യാരി ഓവർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാതെ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കിട്ടുന്ന ഒരു അപ്രിസിയേഷനാണ്. അത് എന്നും ഒരു ഭാരമായിട്ട്, അതിന് ശേഷം മൂവീസ് സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെ വലിയ ഭാരമായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ച് മൂവീസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇപ്പം. മാത്രമേ ഉള്ളൂ റെസ്പോൺസിബിൾ ഇൻ ദ സെൻസ് നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വിൻസി തുറന്നു പറഞ്ഞോട്ടെ. ഇപ്പൊ തുറന്നു പറഞ്ഞൊരു പറച്ചിലാണ്, എനിക്ക് സ്വയം അഹങ്കാരം ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന ഒരു സാധനമല്ല വിൻസി ഇപ്പൊ പറഞ്ഞത്. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ഭാവം ഉണ്ടാവും എല്ലാവർക്കും. അതാണ് മുന്നോട്ട് നയിക്കുന്നത്. അത് പലപ്പോഴും അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാവരിലും സംഭവിക്കാം. ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ അഹന്ത എന്ന് പറയുന്നത്, ആ ഈഗോ എപ്പോഴും നല്ലതാണ് നമ്മൾ മുന്നോട്ട് നയിക്കാൻ. അത് നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കിയാൽ മതി. പക്ഷെ നമ്മൾ അത് ഇതാവുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെ വേറൊരു അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നിൽ ഉണ്ടായിരുന്നു ഒരു പോയിന്റിൽ. അത് വിൻസി പറഞ്ഞ കണ്ടോ, എനിക്കും അങ്ങനെ വിൻസിയിൽ നിന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിൻസി നേരത്തെ അങ്ങനെയല്ല, വിൻസി അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് അവാർഡ് കിട്ടിക്കുമ്പോൾ വിൻസിയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഞാൻ പറയണമെന്ന് തോന്നി. വിൻസി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു അല്ലേ വിൻസി? ഞാൻ അങ്ങനെ എന്തെങ്കിലും എനിക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, വിൻസി തന്നെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറെ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത്. എന്തോ സംതിങ് എൻ്റെ ഉള്ളിൽ എന്തോ റോങ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ മനസ്സിലാവുന്നത് റൈറ്റ് ആയ ട്രാക്കിലല്ല ഞാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി സ്വയം തിരുത്തായിരുന്നു. സ്വയം തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ സ്വയം തിരുത്തി ഇപ്പോൾ ഒരു റിലാക്സ് ഇല്ലേ? ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, എല്ലാവരും ഒരേപോലെ കാണാനും ഒക്കെ ഉള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. ടീച്ചറായ മമ്മി ഉപദേശം തന്നില്ലേ? അവരാണ് ആദ്യം മനസ്സിലാക്കിയത്. കുറച്ച് അപ്പച്ചനും അമ്മയാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത്. നീ പോകുന്ന ട്രാക്ക് കുറച്ച് കൂടുന്നുണ്ട്, താഴ്ത്തിവാന്ന് അപ്പച്ചനും അമ്മയാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ തിരുത്തേണ്ട സമയമായി. After Rega, I did Marivilan Gopurangal, and after this Sudra. When Eugene is our director, so he was very happy when Shine is onboarded. After that, there is one more actress who we were supposed to work with. She worked in Telugu also. In Malayalam, she's from Malayalam, and she worked in Telugu also. Then at the end, I think before we start, like 10 days before you got onboarded, he is like very happy, very very happy. Oh, Vinci is Vinci. ഇതിന് ശേഷമാണ് അതൊക്കെ. I don't know about I didn't saw the films. Then he was like, she's the what is it? State award winner. These things. Okay. അല്ല, ഈ വിൻസിയുടെ ഒരു മാറ്റം വിൻസി സ്വയം പറയുന്നുണ്ട്. അതേപോലെ ഒരു മാറ്റമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു ആക്ടറിനുണ്ടായിരിക്കുന്നത്. വിൻസിയുടെ മാറ്റം വിൻസി ഇപ്പോൾ സ്വയം പറഞ്ഞ കേട്ടോ. അതിനൊരു തലക്കനം കയറി, അതിൽ പലതും നഷ്ടപ്പെട്ടു. അത് തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ഞാനല്ലാതെയായി മാറി എന്ന് വെച്ചാൽ ഷൈൻ അല്ലാതെ. പക്ഷേ ഷൈനിപ്പോൾ ഒരു മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുണ്ട്. അത് ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എന്ത് ഭാഗ്യക്കേട് കൊണ്ടാണെങ്കിലും ഷൈനൊരു മാറ്റം കാണുമ്പോൾ എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മലയാളികളും ഷൈനെ ഇഷ്ടപ്പെടുന്നതിന് എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ തമ്മിൽ എന്ത് വിഷയമുണ്ട്, വിൻസിക്കും ആ ഷൈനെയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, എനിക്കും ആ ഷൈനെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു മാറ്റങ്ങൾ സ്വയം വരുത്തിയ ഇഷ്ടമില്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് നിന്നെ എന്നും ഇഷ്ടമാണ്. എനിക്ക് നിന്നെ എന്നും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പഴി കേൾക്കാറുണ്ട്. ഷൈൻ്റെ കൂടെ നിന്നിട്ട് പഴി കേൾക്കാറുന്ന ഒരു വ്യക്തിയാണ്. ഒരു മാധ്യമപ്രവർത്തനം ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് ഞാൻ ഷൈനെ കാണുന്നത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അനിയനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും പഴി കേൾക്കാറുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നതിന്. കാരണം ഞാൻ ആരും ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അതൊന്നും എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. അതിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പല മാധ്യമങ്ങളിലും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഡാഡിനെയും മമ്മിയും അനിയനെയും ജോക്കുടിനെയും കുറിച്ചും
കീറി മുറിച്ച് ചർച്ച ചെയ്യുന്ന തരത്തിലടക്കം, അതായത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ കൂടുതലും അങ്ങനെ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ അത് പക്ഷെ പലരും ഡാഡിയുടെ മരണത്തിന് ശേഷം പറയായിരുന്നു, എനിക്കുണ്ടായിരുന്ന മാറ്റം ഡാഡി കണ്ടിരുന്നു, അതിൽ സന്തോഷം, വളരെയധികം സന്തോഷിച്ചിരുന്നു. ഞാൻ ചോദിക്കും, ഡാഡിക്ക് സന്തോഷത്തോടെയാണോ ഡാഡി പോയത് എന്ന് ഞാൻ കാണുന്ന, അല്ലെങ്കിൽ ഡാഡി ആ അവസാന സമയങ്ങളിൽ കണ്ടിരുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന എല്ലാവരോടും, അതായത് ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഞാൻ ചോദിക്കുകയായിരുന്നു, ഡാഡി സന്തോഷിച്ചിരുന്നോ എൻ്റെ മാറ്റം കണ്ടിട്ട്? നമുക്കറിയില്ലല്ലോ അത്. ഡാഡി അങ്ങനെ ഓപ്പണായിട്ട് ഡാഡി എൻ്റെ അടുത്ത് സംസാരിക്കില്ലല്ലോ ഒരു മാതാപിതാക്കളും. അവർ ബാക്കിയുള്ളവരോടാണ് സംസാരിക്കുക. ഇപ്പോൾ ഷൈനിന് മാറ്റമുണ്ട്, ഡാഡി ഹാപ്പി ആയിരുന്നു എന്ന് അറിയുന്നില്ല. എല്ലാ ദിവസവും രാവിലെ ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത്. എല്ലാ ദിവസവും ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ണു തുറക്കുന്ന സമയത്ത് ഓൾറെഡി ഡാഡി മരിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട്. ഞാൻ എന്താണ് എങ്ങനെയാണ് ഇടിച്ചതെന്നും എന്താണ് സംഭവിച്ചതെന്നും ഒന്നും എനിക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഉറക്കത്തിലായിരുന്നു. വണ്ടി ഇടിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എനിക്കൊക്കെ ഓർമ്മ വന്നത്. കാരണം ഹിറ്റിൽ തന്നെ ഇവിടുന്ന് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈ ഫ്രാക്ചർ എന്ന് പറയും. അപ്പോൾ ഓർമ്മ പോയിട്ടുണ്ടാവാമെന്നാണ് ഡോക്ടർ പറയുന്നത് ആ ഐഡിയയിൽ, ഉറക്കത്തിൽ തന്നെ. പക്ഷെ ഡാഡി ആ ഓർമ്മയിൽ നിന്ന് തിരിച്ച് ഉണർന്നില്ല. മമ്മയും ജോക്കുട്ടനും ഒന്ന് ഒരു പോറൽ പോലെ അത് കിട്ടി. ജോക്കുട്ടനും പാച്ചുമാണ് ഞങ്ങൾ കാറിൽ വാരിയിട്ട് കൊണ്ടുപോകുന്നത്. മമ്മി ഇപ്പോഴും ബെഡ് റെസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മകളായിട്ടാണ് അതിൻ്റെ ചില നമ്മളെ ഇപ്പോഴും എനിക്ക് വ്യക്തതയില്ലാത്ത ചില ഓർമ്മകളിൽ നിന്നാണ് പലപ്പോഴും പല ദിവസങ്ങളും ആരംഭിക്കുന്നത്. എന്താണെന്ന് ഞാൻ ആലോചിച്ചിങ്ങനെ കിടക്കും. എന്താണ് ശരിക്കും സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, ഡാഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നോ, മരിക്കണ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു? അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് ഡാഡിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, റിബ് 2 പോയിട്ടുണ്ടായിരുന്നു, ലങ്സിൽ ഡാമേജ് ഉണ്ടായിരുന്നു, ലിവർ കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഡാഡിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഡാഡി ഉണർന്നിരിക്കുകയായിരുന്നു. സാധാരണ ഡാഡി ഉണർന്നിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡാഡിക്ക് അറിയായിരുന്നു ഡാഡി മരിച്ചത്. അങ്ങനത്തെ പല പല സംശയങ്ങൾ, അതിനൊന്നും എനിക്ക് ഉത്തരങ്ങളില്ല. അപ്പോൾ സന്തോഷം ഡാഡിക്ക് ഉണ്ടായിരുന്നു എൻ്റെ മാറ്റത്തിൽ. 100%. അവസാനം നിങ്ങൾ കുടുംബമായിട്ടുള്ള ഇൻ്റർവ്യൂ എൻ്റെ അടുത്താണ് പറഞ്ഞത്. ഈ ആക്സിഡൻറ്റ് ഒരു 5-6 ദിവസം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഡാഡി പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഇത്ര നാളും മാനേജറായിട്ടാണ് പോയത്, ഇനി എനിക്ക് ഡാഡിയും മമ്മിയായിട്ട് പോകണം. അപ്പം ഷൈനിലുണ്ടായ മാറ്റം കണ്ടിട്ടാണ് അന്ന് ഡാഡി പറഞ്ഞതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഡാഡി സന്തോഷവാനായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അത് ഉറപ്പിച്ച് കഴിയാൻ എനിക്ക് കഴിയും. കാരണം അത്രമാത്രം കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് അന്നത്തെ ഇൻ്റർവ്യൂവിൽ ഡാഡി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ഇത്രയും നാളും ഡാഡിയും മമ്മിയും മാനേജറായിട്ട് പോയി, ഇനി എനിക്ക് ഡാഡിയായിട്ടൊന്ന് പോകണം, ഡാഡിയായിട്ട് ഇനി പോകാൻ തുടങ്ങുന്നതെന്ന് ഡാഡി പറഞ്ഞു. അപ്പോൾ ഡാഡി സന്തോഷവാനായിട്ട് തന്നെയാണ് ഷൈന പോയത്. ഷൈന അലട്ടുന്ന പോലെ ഒന്നുമില്ല, ഡാഡി സന്തോഷവാനായി തന്നെയാണ് പോയി. പിന്നെ എല്ലാം പൂർത്തീകരിച്ചിട്ട് ഒരു ജന്മങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും. പണി തീരാത്ത വീടെന്നുകൊണ്ട് പണ്ട് ഞാൻ നസീറിന്റെ ഒരു പടം കണ്ടത് ഓർമ്മയില്ല. ഒരു ജീവിതങ്ങളും പൂർത്തീകരിച്ചിട്ടല്ല അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ പൊരുത്തപ്പെടും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.